വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നക്ഷത്രാങ്കിത ശുഭ്രപതാകയിൽ നിന്ന് ചെങ്കൊടിച്ചോട്ടിലേക്ക് മാറുമ്പോൾ CPM AN ഷംസീറിനെ ഏൽപ്പിച്ചിട്ടുള്ള രാഷ്ട്രീയ നിയോഗം വടകര മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നതാണ്. ഷംസീറിൻ്റെ ഓരോ ചുവടുകളിലും ആ ഗൗരവം കാണാം. വടകര ഇക്കുറി CPMന് അത്രമേൽ പ്രിയപ്പെട്ടത്. എല്ലാവരോടും ഷംസീർ കേട്ടോ, AN ഷംസീർ സ്ഥാനാർത്ഥി, അഡ്വക്കേറ്റ് AN ഷംസീർ കേട്ടോ, വോട്ട് സഹായിക്കണം. അഡ്വക്കേറ്റ് AN ഷംസീർ LDFിൻ്റെ വടകര ലോക്സഭ മണ്ഡലം സ്ഥാനാർത്ഥിയാണ്, സഹായിക്കണം. ഷംസീർ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? നല്ല ആത്മവിശ്വാസമാണ് ഈ മണ്ഡലത്തുടനീളം സഞ്ചരിച്ചപ്പോൾ എനിക്കുണ്ടായിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ലതുപോലെ വിജയസാധ്യത ഈ മണ്ഡലത്തിലുണ്ട്. AN ഷംസീർ LDFിൻ്റെ വടകര സ്ഥാനാർത്ഥിയാണ് കേട്ടോ, വോട്ട് സഹായിക്കണം. വീട്ടിൽ ചെല്ലുമ്പോഴും AN ഷംസീർ അരിവാൾ ചുറ്റിയ നക്ഷത്രം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി തുടങ്ങിയ ഷംസീർ ആ നിലയിലേക്ക് എത്തിയിട്ടില്ല. അത് ഒരുപക്ഷെ ഏപ്രിൽ 10 ഇനിയിപ്പോൾ 19 ദിവസം കൂടി ബാക്കിയുണ്ട്. 19 ദിവസം കൂടി ആകുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും കൈ കൊടുക്കുന്ന നില വരും. പുതിയ ആപ്പിളയും പോയിട്ടാറുണ്ട്. അതോ എല്ലാവരോടും കേട്ടാ, അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരോടും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ്. ഇവിടെ വീട് എവിടെയാ? ഈ മണ്ഡലം തന്നെയല്ലേ? അപ്പോൾ രണ്ടാൾക്കാരെ വീട്ടുകാരെയും മുഴുവൻ വോട്ടും പിടിച്ചാണ് കേട്ടാ. വോട്ടുള്ളാടാ, കഞ്ഞി വോട്ട് അനക്ക് ചെയ്യണം കേട്ടോ. എല്ലാവരുടെ സുഹൃത്തുക്കളോട് പറയാം, വീട്ടുകാരോട് പറയാം. ഇതാ LDFിൻ്റെ വടകര ലോക്സഭ മണ്ഡലം സ്ഥാനാർത്ഥിയാണ്, വോട്ട് വിജയിപ്പിക്കണം. AN ഷംസീർ. ഇതാ LDFിൻ്റെ വടകര ലോക്സഭ മണ്ഡലം സ്ഥാനാർത്ഥിയാണ് AN ഷംസീർ, അഡ്വക്കേറ്റ് AN ഷംസീർ. ചിഹ്നം അരിവാൾ ചുറ്റിയ വോട്ട് ചെയ്യണം. എല്ലാവരോടും LDFിൻ്റെ വടകര സ്ഥാനാർത്ഥിയാണ് AN ഷംസീർ, വോട്ട് വിജയിപ്പിക്കണം കേട്ടോ. ഷംസീർ നമ്മൾ പണ്ട് ഒരുപാട് സമരത്തിൽ വന്നിട്ടില്ല, അപ്പോൾ ബസ് നമ്മൾ തടഞ്ഞു പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു അനുഭവം ആദ്യമായിട്ടാണ്. വോട്ട് പരമാവധി ആളുകളെ നേരിൽ കാണുക എന്നുള്ളതാണ്. കന്നി വോട്ട് എനിക്ക് ചെയ്യൂലേ? ഞാനല്ല ആദ്യം വന്ന് ചോദിക്കുന്ന ഒരാൾ. ഇപ്പോൾ കന്നി വോട്ട് നിർബന്ധം എനിക്ക് ചെയ്യണം, ഉറപ്പല്ലേ? ഷംസീർ, വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ TP വധം ഒരു പ്രധാന ചർച്ചാ വിഷയമായിട്ട് ഉന്നയിക്കാൻ എല്ലാവരും, മുല്ലപ്പള്ളി രാമചന്ദ്രനാണെങ്കിലും RMP ആണെങ്കിലും ഷംസീറിനെതിരെ ഉന്നയിക്കുന്ന ഒരു കാര്യം അതാണ്. എന്ത് മറുപടിയുണ്ട് ഷംസീർ? ഏറ്റവും കൂടുതൽ അക്രമ രാഷ്ട്രീയത്തിന് വിധേയമായി രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങേണ്ടി വന്ന പാർട്ടിയാണ് എൻ്റെ പാർട്ടി. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു രക്തസാക്ഷി കുടീരത്തിന് മുന്നിലാണ്. സഖാവ് സജീവൻ 988 കൊല ചെയ്യപ്പെട്ടതാണ്. ഇങ്ങനെ 100-ലേറെ രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു പാർട്ടിയെയും മുന്നണിയും കുറിച്ചാണ് അസത്യങ്ങളും അപവാദങ്ങളും പ്രചരിച്ചുകൊണ്ടിരുന്നത്. അക്രമ രാഷ്ട്രീയത്തെ ഒരു കാലത്തും പിന്തുണക്കുന്ന പാർട്ടിയല്ല ഇടതുപക്ഷവും, പ്രത്യേകിച്ച് CPI. ആ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടിയാണ് ഇത്തരം കള്ളപ്രചരണങ്ങളുമായി വലതുപക്ഷ രാഷ്ട്രീയം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പുഞ്ചിയം രക്തസാക്ഷികൾ ഉണ്ടാക്കിയതാരാ? 9ഓളം ആളുകളെ വെടിവെച്ചും കൊന്നതാരാ? TP വധം അപ്പം അങ്ങനെ ഒരു ഈ തെരഞ്ഞെടുപ്പ് ഒരു വിഷയമൊന്നും ആവില്ലെന്നാണ് ഷംസീറിൻ്റെ പ്രതീക്ഷ. ഞാൻ പറഞ്ഞല്ലോ, പാർലമെൻറ്റ് ഇലക്ഷനിൽ രാഷ്ട്രീയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഇവിടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങളെല്ലാം എങ്ങനെയോ ഇപ്പോൾ ജീവിക്കുന്നതേ ഉള്ളൂ. ഇവിടെ ഇപ്പം ഞങ്ങളുടെ കൂടെ സഞ്ചരിച്ചവർ, പ്രവർത്തിച്ചവർ നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഷംസീറിന് തലശ്ശേരിയിൽ വരുമ്പോൾ തലശ്ശേരി കലാപത്തിൻ്റെതായിട്ടുള്ള മുഴുവൻ പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു കുടുംബ പശ്ചാത്തലം കൂടിയുണ്ടല്ലോ അല്ലേ? എൻ്റെ കുടുംബം തലശ്ശേരി വർഗീയ കലാപത്തിൽ ഭീകരമായി കൊള്ളയടിക്കപ്പെട്ട് വീടിന് തീ വെക്കാൻ പോകുന്ന ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് വീട് രക്ഷിച്ചത്. അങ്ങനെയാണ് ഒരുപക്ഷെ ഞാനൊക്കെ കമ്മ്യൂണിസ്റ്റ് ആവാൻ കാരണം, എൻ്റെ കുടുംബം കമ്മ്യൂണിസ്റ്റ് ആവാൻ കാരണം. അങ്ങനെയാണ് എൻ്റെ ഉള്ളിൽ ഒരു കമ്മ്യൂണിസത്തിൻ്റെ ഒരു സ്പാർക്ക് ഉണ്ടാകുന്നത് തന്നെ. അതോടൊപ്പം തന്നെ ഞാൻ തന്നെ ആക്രമണത്തിന് വിധേയമായ ആളാണ്. 99 ഒക്ടോബർ മാസം 22-ാം തീയതി ബ്രണ്ണൻ കോളേജ് ക്യാമ്പസിൻ്റെ പുറത്ത് വെച്ച് എന്നെ വെട്ടിക്കൊല്ലാൻ ശ്രമം നടന്നിരുന്നു. അതെല്ലാം അതിജീവിച്ചാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറുന്നത്. കൊട്ടേഷൻ സംഘവുമായിട്ട് പാർട്ടി ബന്ധപ്പെടുന്നു. ഈ പാർട്ടിക്ക് ഒരു കാരണവശാലും ബന്ധപ്പെടാൻ പറ്റാത്ത തലത്തിലുള്ള ചില ആളുകളുമായിട്ടുള്ള ഒരു അവിശുദ്ധ ബന്ധം എന്നുള്ള ആരോപണത്തെപ്പറ്റി ഷംസീർ അതിനെങ്ങനെയാണ്? അങ്ങനെ ഒരു അവിശുദ്ധ ബന്ധം പാർട്ടിക്ക് കൊട്ടേഷൻ സംഭവമായി. അതൊക്കെ ഇങ്ങനെ ആളുകൾ വളരെ ബോധപൂർവ്വം പ്രചരിപ്പിക്കുന്ന കള്ളക്കഥകളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കോ അതിൻ്റെ ഒരു ആവശ്യവുമില്ല. കാരണം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. അല്ലെങ്കിൽ കൊന്നുതള്ളി പ്രത്യയശാസ്ത്രത്തിന് മേൽക്കൈമ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന മൗഢ്യമായ ധാരണ വെച്ച് പുലർത്തുന്നവരല്ല. കൊന്നുതള്ളി ഇല്ലാതാക്കാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും ആദ്യം ഈ കേരളത്തിലും ഇന്ത്യയിലും ഇല്ലാതാക്കപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. വടകര മണ്ഡലം വളരെയേറെ വികസിതമാണ് എന്ന് പറയുന്നു. നമ്മൾ ഇറങ്ങി വന്ന ഒരു വഴി ഷംസീർ കണ്ടു. അപ്പോൾ എന്നെ ഇപ്പം ഒരു ചെറുപ്പക്കാരനായിട്ടാണല്ലോ പൊതുവിൽ അവതരിപ്പിക്കപ്പെട്ടത്. ചെറുപ്പക്കാരനാണ്. അപ്പോൾ പാർലമെൻറ്റ് അംഗമായി മാറുകയാണെങ്കിൽ ഒരു യുവത്വത്തിൻ്റെ ഒരു പ്രസരിപ്പോടുകൂടി
ഈ മണ്ഡലത്തിൻ്റെ സമഗ്ര വികസനത്തിനുവേണ്ടി ഞാൻ പ്രവർത്തിക്കും. കോൺഗ്രസിൻ്റെ ജനവിരുദ്ധ ഭരണം ജനങ്ങൾ മടുത്തു. BJPയുടെ വർഗീയത ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടൊരു തേർഡ് ഓൾട്ടർനേറ്റീവ് ഈ രാജ്യത്ത് ഉയർന്നു വരിക തന്നെ ചെയ്യുമെന്ന ഉത്തമ വിശ്വാസമാണ് എനിക്കുള്ളത്. ഷംസീർ, എല്ലാ ഭാവുകങ്ങളും നേരുന്നു. സ്ഥാനാർത്ഥികളുടെ വിശേഷങ്ങൾ തീരുന്നില്ല വടകരയിൽ. തിരിച്ചു വരാം ചെറിയൊരു ഇടവേള.